നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPMന്റെ പാർട്ടി സെക്രട്ടറി താത്വികാചാര്യൻ MV ഗോവിന്ദൻ എവിടെ എപ്പോൾ എന്തു പറഞ്ഞാലും അത് പാർട്ടിക്ക് വയ്യാവേലിയാണ്. ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഇപ്പോഴും വാർത്താ സമ്മേളനം നടത്തി ചില ഡയലോഗുകൾ അടിച്ചു. പക്ഷേ അത് പാർട്ടിയുടെ മൂട്ടിൽ തന്നെ വീണാണ് പൊട്ടിയിരിക്കുന്നത്. VD സതീശൻ ഒരു 100 സീറ്റ് നേടുന്ന കാര്യം അത്യുജ്വല വിജയം ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞിരുന്നു. ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. എന്നാൽ 100 ബോംബുകളാണ് പൊട്ടാൻ പോകുന്നതെന്ന് VD സതീശനെ പരിഹസിച്ചുകൊണ്ട് MV ഗോവിന്ദൻ പറഞ്ഞു. മറ്റൊരു കാര്യം, നേമത്തെ സീറ്റ് അത് ആർക്കാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അവിടെ V ശിവൻകുട്ടി തന്നെ നിൽക്കണം എന്നുള്ളത് പാർട്ടിയിൽ പലരും ആവശ്യപ്പെടുന്നതാണ്. കാരണം നേമത്ത് നിൽക്കാൻ പോകുന്നത് BJPയുടെ രാജീവ് ചന്ദ്രശേഖറാണ്. കോൺഗ്രസിൻ്റെ നേതാവ് ആരാണ് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. നേമത്തെ സീറ്റ് കിട്ടണമെങ്കിൽ, ആ മണ്ഡലം പിടിക്കണമെങ്കിൽ അവിടെ V ശിവൻകുട്ടി തന്നെ നിൽക്കണം എന്നുള്ള ആവശ്യമാണ് പാർട്ടിയിൽ പലരും ഉന്നയിക്കുന്നത്. എന്നാൽ മത്സരിക്കാനില്ല എന്ന് V ശിവൻകുട്ടി ഒരു പ്രസ്താവന നടത്തി. ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ രംഗത്തേക്ക് വന്നു നിന്ന് അടിച്ച ഡയലോഗാണ് ഇപ്പോൾ ട്രോളന്മാർക്ക് ചാകരയായി മാറിയിരിക്കുകയാണ്. നേമത്ത് മത്സരിക്കില്ലെന്നും ഉണ്ടെന്നും പറഞ്ഞതൊന്നും ശരിയല്ല. സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതായത് നേമത്ത് മത്സരിക്കാൻ, ആ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനില്ല എന്ന് V ശിവൻകുട്ടി പറഞ്ഞത് V ശിവൻകുട്ടി തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഇതൊക്കെ എന്നുള്ള ഒരു ഡയലോഗാണ് MV ഗോവിന്ദൻ തിരിച്ചടിച്ചത്. അദ്ദേഹത്തിന് V ശിവൻകുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത്. ആ സീറ്റ് നോക്കിയിരുന്ന മറ്റൊരാളെ നമുക്ക് കൃത്യമായി അറിയാമല്ലോ, ആര്യ രാജേന്ദ്രന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ CPMന്റെ പൊടി പോലും ഉണ്ടാകില്ല. അതറിയാവുന്നത് കൊണ്ട് MV ഗോവിന്ദനും ഈ പറയുന്ന ശിവൻകുട്ടിയെ അവിടെ നിർത്താനാണ് താല്പര്യപ്പെടുന്നത് എന്ന് വേണം കരുതാൻ. പക്ഷേ V ശിവൻകുട്ടി പറയുന്നു താൻ അതിനൊരുക്കമല്ല എന്നുള്ളത്. അതൊക്കെ പാർട്ടി തീരുമാനിച്ചു കൊള്ളാം എന്നൊക്കെയുള്ള ന്യായങ്ങളുമായും വടിയെടുത്തുകൊണ്ടാണ് MV ഗോവിന്ദൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. സീറ്റ് നിർണയത്തിൽ ഒരു ചർച്ചയും പാർട്ടിയിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. VD സതീശന്റെ 100 സീറ്റ് അവകാശവാദത്തെയും ഗോവിന്ദൻ പരിഹസിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒരു വിസ്മയവും ഉണ്ടാക്കാൻ പോകുന്നില്ല. സതീശൻ ബോംബ് പൊട്ടും എന്ന് പണ്ട് പറഞ്ഞില്ലേ, 100 സീറ്റും ബോംബ് പോലെ പൊട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് MV ഗോവിന്ദൻ പരിഹസിച്ചു. ആന്റണി രാജുവിന്റെ കേസ് പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളത്, അതിൽ തങ്ങൾക്ക് എന്ത് തിരിച്ചടിയാണുള്ളതെന്നും ഗോവിന്ദൻ ചോദിച്ചു. തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കുന്നതിൽ ചർച്ച തുടങ്ങിയിട്ടില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നേമത്ത് മത്സരിക്കാനില്ല എന്ന് V ശിവൻകുട്ടി തുറന്നു പറഞ്ഞത് തലസ്ഥാനത്തെ CPMൽ ഉണ്ടാക്കിയത് വലിയ ആശയക്കുഴപ്പമാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടത് പാർട്ടി എന്ന് പിന്നീട് തിരുത്തിയെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വലിയ ചർച്ചയായി. BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് നേമം. ഇവിടെ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഇറങ്ങി നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ്. നേമത്ത് ശിവൻകുട്ടി അല്ലാതെ മറ്റാരെന്ന് CPMന് ഒരു സംശയവും ഇല്ലെന്നിരിക്കെയാണ് മത്സരിക്കാൻ ഇല്ല എന്നുള്ള V ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം. മത്സരത്തിന് ഒരുക്കാൻ അനൌദ്യോഗിക നിർദ്ദേശം പാർട്ടി നൽകിയിട്ടും ചുമതലക്കാരെ റോസ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി മന്ത്രി മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലുമായി. നേമത്തെ വോട്ടർമാരുടെ SIR നടപടിക്രമങ്ങളിലൊക്കെ മന്ത്രിയോട് അടുത്ത വൃത്തങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ട്. BJPയുമായി മത്സരം ഭയന്ന് ഇടത് നേതാക്കൾ കൂട്ടത്തോടെ പിന്മാറുമെന്നും അതിന്റെ തുടക്കമാണ് ശിവൻകുട്ടി പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാക്കൾ വരെ ഏറ്റുപിടിച്ചതോടെയാണ് അബദ്ധം മനസ്സിലായി മണിക്കൂർ 1 തികയും മുൻപേ മന്ത്രി അത് തിരുത്തിയത്. പക്ഷേ ഇതാകെ നാണക്കേടിന് വഴിവെച്ചിരിക്കുകയാണ്. മത്സരിക്കാനില്ല എന്ന് മന്ത്രിയും അതൊന്നും തീരുമാനിക്കേണ്ടത് ശിവൻകുട്ടി അല്ല എന്നും പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന് MV ഗോവിന്ദനും പറയുന്നു. അപ്പോൾ ഈ സീറ്റ് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിൽ പല അസ്വാരസ്യങ്ങളും പുകയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ CPMലെ പലരും ഭയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ശബരിമല തന്നെയാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവർക്ക് വോട്ട് ചോദിക്കാനുള്ള ഒരു മടിയുണ്ട്. ആ ഒരു ഭയം അവരെ വേട്ടയാടുന്നത് കൊണ്ട് പലരും പിന്നോക്കം നിൽക്കുകയാണ്. എന്തായാലും പാർട്ടി സെക്രട്ടറി ഇപ്പോൾ പറയുകയാണ് അതെല്ലാം പാർട്ടി തീരുമാനിച്ച് പറയുമെന്ന്. തൊണ്ടിമുതൽ കേസിൽ കോടതി വിധിയോടെ രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലായ ആന്റണി രാജുവിന് പകരം തിരുവനന്തപുരം സീറ്റ് ഏറ്റെടുക്കണമെന്ന ചർച്ച CPMൽ സജീവമാണ്. ഇതിന്റെ കൂട്ടത്തിലാണ് CPM ക്യാമ്പിനെ വിറപ്പിച്ചുകൊണ്ട് VD സതീശൻ അത്യുഗ്ര ഒരു പ്രസംഗം വരെ നടത്തിയിരിക്കുന്നത്. അങ്ങനെ അടപടലം തകർന്നിരിക്കുന്ന CPM ക്യാമ്പിനെ വിറപ്പിച്ചുകൊണ്ടാണ് VD സതീശന്റെ ആത്മവിശ്വാസത്തോടെയുള്ള ഒരു പ്രസംഗം ഇന്നിപ്പോൾ പുറത്തു വന്നത്. അതാണ് CPMനെ വിറളി പിടിപ്പിച്ചതും. തൊട്ടടുത്ത നിമിഷം പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തിടുക്കപ്പെട്ടൊരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയതും അതിൻ്റെ കാരണമാണ്.
കേരളത്തിന്റെ പ്രതിപക്ഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളോടെ അധികാരത്തിൽ എത്തുമെന്നാണ് വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃത്വ ക്യാമ്പ് ലക്ഷ്യ 2026 സമാപനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. ഇത് വെറും UDF അല്ലെന്നും ടീം UDF ആണെന്നും കേരളം കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉയരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ UDF പ്ലാറ്റ്ഫോമിലെത്തും. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ കേരളത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി കൊള്ള നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. LDF സർക്കാരിനെ താഴെ ഇറക്കാൻ UDF-നേക്കാൾ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. UDF അടിത്തറ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് 100 സീറ്റ് എന്ന ലക്ഷ്യം വെച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് തർക്കമുണ്ടെന്ന പ്രചാരണം CPM തന്ത്രമാണ്. മുഖ്യമന്ത്രി ആര് എന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കും. അതിലൊരാൾ പോലും തർക്കത്തിനില്ലെന്നും പാർട്ടിക്ക് നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്നും അതുകൊണ്ടാണ് ഈ പ്രചാരണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. LDF ശിഥിലമായിരിക്കുകയാണെന്നും KPCC ടീമിന് ചരിത്ര നിയോഗമാണിതെന്നും കേരളത്തിലെ ജനങ്ങളോട് നീതി പുലർത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. എന്തായാലും കോൺഗ്രസ് വലിയൊരു ആവേശത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുൻപ് വരെ ഒരു 85 സീറ്റ് ഉറപ്പാണ് എന്ന് പല നേതാക്കളും പറഞ്ഞെടുത്താണ് ഇന്ന് വി ഡി സതീശൻ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു 100 സീറ്റ് ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്ര എളുപ്പമൊന്നുമല്ല, നന്നേ വിയർക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് 90-ലേറെ സീറ്റ് ലഭിക്കാൻ സാധ്യതയെന്നാണ് സുനിൽ കനഗോലുവിന്റെ റിപ്പോർട്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം നിലനിർത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 ക്യാമ്പിന്റെ ഭാഗമായി നടന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലാണ് കനഗോലു റിപ്പോർട്ട് അവതരിപ്പിച്ചത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരാവണം, LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളിൽ എത്രത്തോളം ജയ സാധ്യതയുണ്ട് എന്നതടക്കം വിശദമായ പഠന റിപ്പോർട്ടാണ് കനഗോലു അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 100 സീറ്റിലേറെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ സൂചിപ്പിച്ചത്. എന്തായാലും അവർ ഒരു ആത്മവിശ്വാസത്തിലാണ്, വിജയിക്കും എന്നുള്ള ഒരു ഉറച്ച ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഇറങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.